Dear students, welcome back to Sapphire Future Academy Board Booster Series. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏത് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു പോർഷനാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയും. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അല്ലെ, നമ്മൾ ഷോർട്ടായിട്ട് അതിന് എന്ത് കൊടുക്കും? HGP, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ HGP എന്ന് പറയും. അപ്പോൾ ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മെഗാ പ്രോജക്റ്റ് എന്ന് പറയാം നമുക്ക്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ബോഡിയിൽ, ഇപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ നമുക്കറിയാം ഏകദേശം ഒരു ഡിപ്ലോയിഡ് സെറ്റ്സ് ഓഫ് ക്രോമസോം എന്ന് പറയുന്നത് എത്രയാണ്? 46 ക്രോമസോംസ് ഉണ്ട്. അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ആണെങ്കിൽ എന്താണ്? 23 ക്രോമസോംസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോ ക്രോമസോംസിൽ എന്തുണ്ട്? ഡിഫറെന്റ് ജീൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള കംപ്ലീറ്റ് ജീൻസിനെ ഐസൊലേറ്റ് ചെയ്ത് അതൊക്കെ ഏതൊക്കെ ക്യാരക്ടേഴ്സിനെ എക്സ്പ്രസ് ചെയ്യും അതൊക്കെ നോക്കാനുള്ളൊരു മെഗാ പ്രോജക്റ്റ് ആണ് നമ്മൾ എന്ത് പറയുക? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുക. അപ്പോൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തത് എപ്പോഴാണ്? 1990-ലാണ്. അത് എൻഡ് ചെയ്തത് 2003-ലാണ്. അപ്പോൾ ഏകദേശം ഒരു 13 ഇയേഴ്സിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെഗാ പ്രൊജക്റ്റ് ആണ് നമ്മൾ എന്ത് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇതിന്റെ എക്സ്പെൻസ് നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ട് പറയുമ്പോൾ നമ്മുടെ സെല്ലില് ന്യൂക്ലിയസിലെ ക്രോമസോമില് DNA-ലെ നൈട്രജൻ ബേസ്, അല്ലെങ്കിൽ DNA-യുടെ ഉള്ളിലാണ് എന്തുള്ളത്? ജീൻസ് ഉണ്ട്. ഈ ജീൻസിനെയാണ് ഇപ്പൊ നമ്മൾ ക്രോമസോമിന്റെ സ്ട്രക്ചർ ഒക്കെ നോക്കിയാൽ ഇതാണ് നമ്മുടെ ക്രോമസോം എന്നുണ്ടെങ്കിൽ ഈ ക്രോമസോംസിലെ ജീൻസിനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള പ്രോജക്റ്റ് ആണ്. അപ്പൊ ജീൻസിനെ ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ബോഡിയിൽ കാണൽ നമ്മുടെ ഈ ക്രോമസോംസിൽ കാണുന്ന നൈട്രജൻ ബേസ് പെയേഴ്സിനെ ഐസൊലേറ്റ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഭയങ്കര ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഇത്. നമ്മളൊരു ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു മെഗാ പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഡിപ്ലോയിഡ് സെറ്റ്സ് ഓഫ് ക്രോമസോം നമ്പർ, ഡിപ്ലോയിഡ് സെറ്റ്സിൽ അല്ലെങ്കിൽ ക്രോമസോം അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ഇതിൽ നമ്മൾ ഒരു ബേസ് പെയേഴ്സിന്റെ ഒരു നമ്പർ നമ്മൾ പറഞ്ഞായിരുന്നു. 6.6 × 10⁻⁹ ബേസ് പെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതേസമയം നമ്മൾ ഹാപ്ലോയിഡ് ആണെങ്കിൽ എന്താ പ്രത്യേകത? 3.3 × 10⁻⁹ ബേസ് പെയേഴ്സ് ആണ് നമ്മുടെ ഒരു ഡിപ്ലോയിഡ് സെറ്റ്സ് ഓഫ് സെൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് സെറ്റ്സ് ഓഫ് സെല്ലിൽ വരുന്ന ബേസ് പെയേഴ്സിന് നമ്മൾ ഓൾറെഡി ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്തത് എന്താണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മുടെ ക്രോമസോംസിൽ നമുക്കിപ്പോ ഒരു 46 ക്രോമസോംസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ? 23 പെയേഴ്സ് എന്നാ പറയാം. ഇപ്പൊ നമ്മുടെ ഒരു ഫസ്റ്റ് ക്രോമസോം ഇതാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് എപ്പോഴും പെയേഴ്സ് ആയിട്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്താണ്? നമ്മൾ ഈ 46 ക്രോമസോം അല്ലെങ്കിൽ നമ്മുടെ ഡിപ്ലോയിഡ് സെറ്റ്സ് ഓഫ് ക്രോമസോം നമ്പറിൽ ക്രോമസോംസിൽ എന്ത് ചെയ്യണമെന്നില്ല? ബേസ് പെയർ സീക്വൻസ് ഐഡന്റിഫൈ ചെയ്യണമെന്നില്ല. എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഹാപ്ലോയിഡ് മതി. കാരണം എന്താ? ഇവർ രണ്ടുപേരും ഈ രണ്ട് ക്രോമസോംസ് ഇപ്പൊ നമ്മള് ഫസ്റ്റ് പെയറിൽ ഈ രണ്ടുപേരും എന്താണ്? സെയിം ഹോമോലോഗസ് ക്രോമസോംസ് ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഹാപ്ലോയിഡ് സെറ്റ്സ്, അതായത് നമ്മുടെ ഹാപ്ലോയിഡ് സെറ്റ്സ് എത്രയാണ്? 3.3 × 10⁻⁹ ബേസ് പെയേഴ്സിനെ എന്ത് ചെയ്താൽ മതി? ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് വെച്ച് ഐഡന്റിഫൈ ഐസൊലേറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്താൽ സെയിം ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ അതിൽ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ഒക്കെ നമുക്ക് സെയിം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഡിപ്ലോയിഡ് സെറ്റ് ഒരിക്കലും ചെയ്യണമെന്നില്ല. എന്ത് ചെയ്താൽ മതി? ഹാപ്ലോയിഡ് സെറ്റ്സിലെ ജീൻസിനെ അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ ബേസ് പെയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്താൽ മതി. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഇത് മെഗാ പ്രോജക്റ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? ശരിക്കും നമുക്കിതിന് ഒരു ബേസ് പെയേഴ്സിനെ നമുക്ക് ഐഡന്റിഫൈ, ഒരു സിംഗിൾ ബേസ് പെയർ അല്ലെങ്കിൽ വൺ ബേസ് പെയറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഏകദേശം എത്ര വേണം? $3 ആണ് ഇതിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും? ഒരു ഈ 3.3 × 10⁻⁹ ബേസ് പെയേഴ്സിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഏകദേശം എത്ര വരും? 9 ബില്യൺ ഡോളേഴ്സ് ആണ് അതിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു സിംഗിൾ കൺട്രിക്ക് മാത്രം ഈ എക്സ്പെൻസ് അഫോർഡബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ US ആണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ കൺട്രീസും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിന്റെ ഡേറ്റാസ് നമ്മൾ എന്ത് ചെയ്യുകയാണൊന്ന് സ്റ്റോർ ചെയ്യുക, നമ്മളൊന്ന് റൈറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം ഒരു 3300 ബുക്സ് വേണമെന്നാണ് പറയുന്നത്. 3300 ബുക്സ് വേണം.
അപ്പൊ ഈ 3300 ബുക്സിൽ നമുക്ക് ഒരു ബുക്കിൽ, സിംഗിൾ ബുക്കിൽ എത്ര പേജസ് ഉണ്ടാവണം? ഒരു 1000 പേജസ് ഉള്ള ഏത് ബുക്സ് ആണ്? നമുക്ക് 3300 ബുക്സ് ഉണ്ടെങ്കിലാണ് ഈ ഡേറ്റാസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അറ്റ് ദ സെയിം ടൈം ശ്രദ്ധിക്കുക, ഈ 1000 പേജസ് ഉള്ള ബുക്സിൽ ഒരു പേജിൽ നമുക്ക് എത്ര ചെയ്യണം? 1000 ലെറ്റേഴ്സ് എങ്കിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. 1000 ലെറ്റേഴ്സ് പെർ പേജ്. അപ്പൊ ഏകദേശം എത്രയാണ്? 1000 ലെറ്റേഴ്സ് സിംഗിൾ പേജിലുള്ള 1000 പേജസ് ഉള്ള ഒരു ബുക്സ്. അങ്ങനെയുള്ള എത്ര ബുക്സ് വേണം? 3300 ബുക്സ്. 3300 ബുക്സിൽ ഓരോ ബുക്സിൽ എത്ര വേണം? 1000 പേജസ് വേണം. ഓരോ പേജിലും 1000 ലെറ്റേഴ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, നമ്മുടെ ഈ ബേസ് പെയറിന്റെ സീക്വൻസിന്റെ അർത്ഥം നമ്മുടെ നൈട്രജൻ ബേസിന്റെ അറേഞ്ച്മെന്റ്, അത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒരിക്കലും നമ്മുടെ ഹാൻഡ് റിട്ടൺ ആയിട്ടൊന്നും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നല്ല ഹൈ സ്പീഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഡിവൈസ് വെച്ചിട്ടാണ് ഈ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒപ്പം തന്നെ എന്താണ്, ഇത്രയും ഡേറ്റാസ് ആണ് നമ്മൾ അതിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ഒരു മെഗാ പ്രൊജക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ 2003 അത് എൻഡ് ചെയ്തെന്ന് പറയുന്നുണ്ടെങ്കിലും 2006 മെയ്യിലാണ് നമ്മുടെ ഫസ്റ്റ് ക്രോമസോമിലുള്ള ജീൻസിനെ അനലൈസ് ചെയ്തില്ല. ഫസ്റ്റ് ക്രോമസോംസിലുള്ള നൈട്രജൻ ബേസിന്റെ സീക്വൻസിനെ അനലൈസ് ചെയ്തപ്പോഴാണ് 2006. നമ്മൾ പറയുമ്പോൾ 2003 അത് എൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും 2006 ഏറ്റവും ലാസ്റ്റ് സ്റ്റഡീസ് നടത്തിയ ക്രോമസോം ആണ് ഫസ്റ്റ് ക്രോമസോം. കാരണം അതിൽ ഒത്തിരി ജീൻസിന്റെ നമ്പേഴ്സ് അല്ലെങ്കിൽ ബേസ് പെയേഴ്സ് ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഏറ്റവും അവസാനമാണ് നമ്മുടെ ഫസ്റ്റ് ക്രോമസോമിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ ആണ് പറഞ്ഞത്. അപ്പൊ അത് മെയിൻ ആയിട്ട് നമ്മൾ കുറച്ച് എയിംസ് അല്ലെങ്കിൽ കുറച്ച് ഗോൾസുകൾ ഉണ്ടായിരുന്നു. എന്താ ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? അത് കുറെ കാര്യങ്ങൾ നമ്മൾ എയിം ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? ഇത്രയും വലിയൊരു മെഗാ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ഇതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്തായിരുന്നു? നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ DNA-യിലുള്ള ഏകദേശം ഒരു 20 to 25,000 ജീൻസിനെ ഐസൊലേറ്റ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിന്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഇപ്പൊ നമുക്കറിയാം, നമുക്ക് 46 ക്രോമസോം ആണ് ഒരു സെല്ലിലുള്ളതെന്നുണ്ടെങ്കിലും നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? കൗണ്ട്ലെസ് ആണ്. അപ്പൊ ഓരോ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന എന്താണ്? ജീൻസ് ആണ്. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള 20 to 25 ജീൻസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗോൾ. നെക്സ്റ്റ് എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള 3.3 into 10⁻⁹ ബേസ് പെയേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യുക. 3.3 into 10⁻⁹. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഹാപ്ലോയിഡ് സെറ്റ്സ് ആണിത്. അല്ലെങ്കിൽ 3 ബില്യൺ കെമിക്കൽ ബേസ് പെയേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യുക. അതാണ് സെക്കൻഡ് ഗോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഈ കിട്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡേറ്റാബേസ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. ഡേറ്റാബേസ് ആയിട്ട് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത് എന്ത്? ബുക്സിൽ എഴുതുവാണെങ്കിൽ നമുക്ക് എന്ത് വേണം? 3300 ബുക്സ് നമുക്ക് എസെൻഷ്യൽ ആണ് അല്ലെ? അപ്പോൾ ഇത് നമ്മൾ എന്താണ്? ബുക്സിലെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്തിനാണ്? കമ്പ്യൂട്ടർ ഡിവൈസിലാണ്. അപ്പൊ അതുകൊണ്ട് അതിനെന്ത് ചെയ്യുക? കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മൾ ഡേറ്റ ആയിട്ട് സ്റ്റോർ ചെയ്യുക. നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഈ അനലൈസിന് വേണ്ടിയിട്ടുള്ള ടൂൾസിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പൊ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടൂൾസ് അല്ലാതെ കുറച്ചും കൂടി നല്ല ഓരോ ഘട്ടം കഴിയുന്നതോറും എന്ത് ചെയ്യും? ഹൈലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ടൂൾസുകൾ എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്യും. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ആദ്യം നമ്മുടെ ക്രിമിനോളജിയിലൊക്കെ ഒരു ക്രൈം ഒക്കെ നടത്തുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് അവരുടെ ഒരു പ്രിന്റ് അല്ലെങ്കിൽ നടന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഹെയർസിന്റെ പ്രസൻസ് ഒക്കെയാണ്. പക്ഷെ ഇപ്പൊ നോക്കുന്നതൊക്കെ എന്താണ്? അവരുടെ ഫിംഗർ പ്രിന്റ്സ് നോക്കിയിട്ടാണ് അല്ലെങ്കിൽ DNA സീക്വൻസ് നോക്കിയിട്ടാണ് ഒരു ക്രൈം ഒക്കെ നോക്കുമ്പോൾ അവിടെ ഒരു ക്രിമിനലിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ ഘട്ടത്തിൽ എന്താണ് അതിന് യൂസ് ചെയ്യുന്ന ടൂൾസ് ഇംപ്രൂവ് ചെയ്യുക. അതാണ് നെക്സ്റ്റ് ആ ഡേറ്റ അനാലിസിസിനുള്ള ടൂൾസ് ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യാം. നെക്സ്റ്റ് എന്ത് ചെയ്യാണ്? ഈ കിട്ടിയിട്ടുള്ള നോളജ് നമ്മൾ സ്റ്റോർ ചെയ്താൽ മാത്രം പോരെ, എന്ത് ചെയ്യണം? ഈ ഡേറ്റാസ് ഒക്കെ നമ്മൾ അതർ സെക്ടേഴ്സ്, ഇപ്പൊ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ, അതർ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ എന്തിനായിരിക്കും? നമ്മുടെ ഏതെങ്കിലും ജനറ്റിക് ഡിസീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ, അത് കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാം. അതുപോലെ ഇപ്പൊ നമ്മൾ പ്ലാന്റ്സിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അതിനെന്ത് ചെയ്യാം? എന്തെങ്കിലും അഗ്രികൾച്ചറൽ ഫീൽഡിലോ
അങ്ങനെയുള്ള വേരിയസ് ഫീൽഡിൽ എന്ത് ചെയ്യുക, ഈ കിട്ടിയിട്ടുള്ള നോളേജ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ഒപ്പം തന്നെ എന്താണ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എത്തിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, എത്തിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ, അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ അതിനെന്ത് ചെയ്യുക, അഡ്രസ് ചെയ്യുക. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് HGPയുടെ ഗോൾ. അപ്പൊ അതെന്താണ്, നമ്മുടെ ബോഡിയിലുള്ള 20,000 to 25,000 ജീൻസിനെ ഐസൊലേറ്റ് ചെയ്യുക. ഒപ്പം തന്നെ എന്താണ്, 3 million ബേസ് പെയേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യുക. അതിനൊക്കെ എന്ത് ചെയ്യാണ്, ഡേറ്റാ ബേസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, ഇത് ഇംപ്രൂവ് ചെയ്യാനുള്ള ടൂൾസ് യൂസ് ചെയ്യുക, ഇംപ്രൂവ് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇത് നമ്മൾ അതർ റിലേറ്റഡ് ഏരിയാസിലേക്ക് ഈ നോളേജ് ട്രാൻസ്ഫർ ചെയ്യുക. അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം എന്ത് ചെയ്യാണ്, അഡ്രസ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിന്റെ ഗോൾ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്, നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന മെത്തഡോളജി എന്തൊക്കെയാണെന്ന് പറയണേ. നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ 2 മെത്തഡോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൺ ഈസ് കോൾഡ് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗും ആൻഡ് ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് കോൾഡ് സീക്വൻസ് അനോട്ടേഷൻ. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗും സീക്വൻസ് അനോട്ടേഷൻ. അപ്പോൾ ഈ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ബോഡിയിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ബ്ലഡിൽ നിന്ന് എവിടെന്നെങ്കിലും നമ്മുടെ DNA ഐസൊലേറ്റ് ചെയ്തു. ഈ DNA ഐസൊലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു, എല്ലാ DNA സീക്വൻസിലെ എല്ലാ ഭാഗവും എന്ത് ചെയ്യില്ല, നമ്മുടെ mRNA സിന്തസിൽ അല്ലെങ്കിൽ നമ്മുടെ mRNA അല്ലെങ്കിൽ RNAക്ക് വേണ്ടി എന്ത് ചെയ്യില്ല, കോഡ് ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ ഈ DNA സീക്വൻസിൽ ഇപ്പൊ ഇത്രയും ഭാഗമാണ് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഈ mRNA അല്ലെങ്കിൽ mRNA സിന്തസിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിലൊക്കെ കോഡ് ചെയ്യുന്നെന്നുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഈ സീക്വൻസിനെ മാത്രം എന്ത് ചെയ്യുവാണ്, അനലൈസ് ചെയ്ത് അതിനെ മാത്രം അറേഞ്ച് ചെയ്യുക. അതിനെയാണ് നമ്മൾ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. അപ്പൊ എന്തിനാ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, നമ്മൾ ഏതൊക്കെ ജീൻസ് ആണോ RNA ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് അല്ലെങ്കിൽ ഏതൊക്കെ ജീൻസ് ആണോ നമ്മുടെ mRNA സിന്തസിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഭാഗങ്ങളെ മാത്രം എന്ത് ചെയ്യാണ്, ഐസൊലേറ്റ് ചെയ്തെടുക്കുക. ഇപ്പൊ ഇങ്ങനെയുള്ള സീക്വൻസ് ഇപ്പൊ നമ്മൾ ഈ റെഡ് കളറിൽ കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ കോഡിംഗ് സീക്വൻസിന് അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് mRNA കോഡ് ചെയ്യുന്നത് ആ സീക്വൻസിനെ മാത്രം എന്ത് ചെയ്യുവാണ്, ഐസൊലേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഇതിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിനെന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് എന്താ പറയുക, ക്ലോണിംഗ് എന്ന് പറയും. നിങ്ങൾ ബയോടെക്നോളജി പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് ക്ലോണിംഗ് എന്ന് പറയും. ക്ലോണിംഗ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുത്തിട്ടുള്ള ഈ സീക്വൻസിനെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അത് ആവശ്യമാണെങ്കിൽ നമുക്കത് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിനെ കറക്റ്റ് ഓർഡറിൽ ഇപ്പൊ നമുക്ക് ഈ സീക്വൻസിൽ നോക്കുമ്പോൾ എന്താണ്, ഇതിൽ ഏതൊക്കെയാണ് നൈട്രജൻ ബേസ് എന്നുണ്ടെങ്കിൽ ഈ നൈട്രജൻ ബേസിനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ഒരു ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്, എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. എന്താ എക്സ്പ്രസ്ഡ് എന്ന് ഉദ്ദേശിക്കണേ, എന്താ ഇത് RNA സിന്തസിൽ ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ RNA ഫോർമേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരെ മാത്രം എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്തെടുത്ത് അതിനെ കറക്റ്റ് ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്യുക. അതാണ് ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്. ഇനി അതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള വേറൊരു ടെക്നോളജിയാണ് സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറയും. സീക്വൻസ് അനോട്ടേഷനിൽ എന്താ നോക്കുന്നത്, നമ്മൾ കോഡിങ്ങോ നോൺ കോഡിങ്ങോ ഒന്നും നോക്കുന്നില്ല. എല്ലാം ഇപ്പൊ നമ്മളൊരു ഇതാണ് DNA സീക്വൻസ് എന്നുണ്ടെങ്കിൽ ഈ DNA സീക്വൻസിനെ നെക്സ്റ്റ് എന്ത് ചെയ്യുവാണ്, നേരെ അതിനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. നമ്മൾ ബയോടെക്നോളജിയിൽ പഠിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. എൻസൈം വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇതിനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് ആക്കി മാറ്റുക. എന്നിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, ഇപ്പൊ നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള പീസിന് നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ കുറെ പീസുകൾ കിട്ടി. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, ഇത് വളരെ ലെസ് നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ക്ലോൺ ചെയ്യാം. ക്ലോൺ ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം, മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ബാക്ടീരിയയോ അല്ലെങ്കിൽ ഈസ്റ്റിനൊക്കെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ബാക്ടീരിയയെന്നും ഈസ്റ്റിൽ നിന്നൊക്കെ എടുക്കുന്ന ക്രോമസോംസ്, അതായത് നമ്മുടെ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോംസോ അല്ലെങ്കിൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോംസോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വെക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. എന്താ വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ
ബയോടെക്നോളജിയിൽ പഠിച്ച എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ്. അപ്പൊ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് അതിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ ഇവിടെ നമ്മൾ എന്താണ് കോഡിങ്ങിനെ മാത്രമാണ് ഐസൊലേറ്റ് ചെയ്തുള്ളൂ. ഇവിടെ എന്താണ് കോഡിങ്ങോ നോൺ കോഡിങ്ങോ ഒന്നും നോക്കിയില്ല. വലിയ ഫ്രാഗ്മെന്റ്സ് ജസ്റ്റ് എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ചെറിയ ചെറിയ ഫ്രീക്വൻസി ആയി. അപ്പൊ അതിലെന്തുണ്ടാവും, കോഡിംഗ് ഉണ്ടാവാം, നോൺ കോഡിംഗ് ഉണ്ടാവും. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ഒരു ഓർഡറിൽ ഓവർലാപ്പിംഗ് സീക്വൻസിന്റെ ബേസിൽ അറേഞ്ച് ചെയ്യും. എന്ത് ചെയ്യും ഓവർലാപ്പിംഗ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇതിന് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇതില് ഒരു സീക്വൻസ് അനോട്ടേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട്. അതിലേക്ക് നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ അതിലെ നൈട്രജൻ ബേസുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഇതിലെന്നുണ്ടെങ്കിൽ ഇതിന്റെ കോംപ്ലിമെന്ററി നമുക്ക് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യം, ഇതിന്റെ കോംപ്ലിമെന്ററി ഇങ്ങനെയായിരിക്കും. അതേസമയം നമ്മളിപ്പോൾ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇങ്ങനെ 3 ഫ്രാഗ്മെന്റ്സ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഇതിന്റെ ഇങ്ങനെയാന്ന് വിചാരിക്കുക, ഇതിന്റെ നൈട്രജൻ ബേസ് ഇങ്ങനെയാണ്. ദെൻ നെക്സ്റ്റ് ഇങ്ങനെയാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതില് ഓവർലാപ്പിംഗ് റീജിയൻ അനുസരിച്ച് അറേഞ്ച് ചെയ്യും. എന്ത് ഈ ഓവർലാപ്പിംഗ് റീജിയൻ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇതിന്റെ ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന നോക്കിക്കേ CCC G ആണ്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. കണ്ടോ, ഇത് ഈ സെയിം തന്നെയാണ്, ഇതിന്റെ സെയിം തന്നെയാണ് ഇവിടെ വരുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇത് ഈ ഫസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൊണ്ട് ഇവിടെ അറേഞ്ച് ചെയ്യാം. കാരണം എന്താ, ഇതിന്റെ മുകളിൽ കൊണ്ട് അറേഞ്ച് ചെയ്യും. അതിനാണ് സീക്വൻസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ഇവിടെ ലാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, AATT ആണ്. അപ്പൊ എന്തായിരിക്കും, ഇതിനെ കൊണ്ട് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യും. അതായത് ഒരു ക്രോമസോംസിലുള്ള ഈ ക്രോമസോംസിനെ നമ്മൾ ആദ്യം ഐസൊലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഇതിന്റെ നൈട്രജൻ ബേസിന്റെ അറേഞ്ച്മെന്റ് നോക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, വൺ ആഫ്റ്റർ അനദർ ആയിട്ട് അതിനെ അറേഞ്ച് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് നമ്മൾ സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറഞ്ഞതാണ്. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് കൈകൊണ്ടൊന്നുമല്ല ചെയ്യുന്നത്. എങ്ങനെയാണ്, എല്ലാം ഒരു അനോട്ടർ, സീക്വൻസ് അനോട്ടർ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഡിവൈസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ DNA ഫ്രാഗ്മെന്റ്സിന് കൊടുക്കുന്നത്. അപ്പൊ DNA ഫ്രാഗ്മെന്റ്സിന് കൊടുക്കുമ്പോൾ അവർ എന്ത് ചെയ്യും, അതിലുള്ള ഈ നൈട്രജൻ ബേസിനെ കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യും. ആ റീഡ് ചെയ്ത് കിട്ടുന്ന ആ ഡേറ്റാസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ക്രോമസോമിലാണെങ്കിൽ നമ്മൾ സീക്വൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ്, ഇതെല്ലാം ചെറിയ ചെറിയ ബിറ്റ്സ് ആയി മാറി. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഓവർലാപ്പിംഗ് റീജിയൻസിന്റെ അനുസരിച്ച് അതിനെന്ത് ചെയ്യണം, കറക്റ്റ് ഓർഡറിൽ അതിനെ അറേഞ്ച് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സീക്വൻസ് അനോട്ടേഷൻ. അപ്പൊ 2 മെത്തേഡ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗും സീക്വൻസ് അനോട്ടേഷൻ. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗിൽ എന്താ ചെയ്യണേ, എന്തൊക്കെയാണ് നമ്മുടെ RNA ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് അതിനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, കോഡിങ്ങിനെയും നോൺ കോഡിങ്ങിനെയും എന്ത് ചെയ്യുവാണ്, കറക്റ്റ് ഓവർലാപ്പിംഗ് റീജിയൻസിൽ ഓവർലാപ്പിംഗ് വരുന്നത് അനുസരിച്ച് ഇവരെ കറക്റ്റ് ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യും. അപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എന്താ പ്രത്യേകത, ഓരോ സ്ഥലത്തും എന്തുണ്ട്, ഓരോ ജീൻസിനെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ആയിരിക്കും ഓരോ നൈട്രജൻ ബേസ് സീക്വൻസിലും വരുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീക്വൻസ് അനോട്ടേഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പോ സ്റ്റഡീസ് നടത്തിയപ്പോൾ ഈ DNA ഫ്രാഗ്മെന്റ്സ് ഒക്കെ ലെസ് നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി നമ്മുടെ ബയോടെക്നോളജിക്കൽ മെത്തേഡ് ആയിട്ടുള്ള എന്ത് ചെയ്യാം, ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടേഴ്സ് യൂസ് ചെയ്യാം. അപ്പൊ ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടേഴ്സ് നമുക്ക് PCR ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, അല്ലെങ്കിൽ നമ്മൾ അതിനെ ബാക്ക് എന്ന് പറയും. ഇവിടെ ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈസ്റ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന എന്ത് കൊടുക്കാം, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈ 2 മെത്തഡോളജിയാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്, അപ്പൊ ഈ മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മുടെ ബോഡിയിലുള്ള കംപ്ലീറ്റ് ജീൻസിനെ ഐസൊലേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താണ്, ഇതിന്റെ നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് കൊണ്ട് നമുക്ക് ഉണ്ടായ യൂസ്, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടി, അല്ലെങ്കിൽ അതിന്റെ സാലിയൻ ഫീച്ചേഴ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് വെച്ചിട്ട് എന്തായിരുന്നു അതിന്റെ എയിം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോഡിയിലുള്ള 3.3 × 10�9 ബേസ് പെയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കിക്കേ, നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഹ്യൂമൻ ജീനോമിൽ എത്രയുണ്ട്, 3164.6
7 മില്യൺ ന്യൂക്ലിയോടൈഡ് ബേസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഒപ്പം തന്നെ നമ്മുടെ ബോഡിയിൽ ഇഷ്ടം പോലെ ജീൻസുകൾ ഉണ്ട് അല്ലെ. അപ്പോൾ ഒരു ആവറേജ് ജീൻസിന്റെ സൈസ് അല്ലെങ്കിൽ ആവറേജ് ജീനിൽ എപ്പോഴും എത്ര ഉണ്ടാവും? 300 ബേസ് പെയേഴ്സ് ആണ് ആവറേജ് ഉണ്ടാവും. അതിനേക്കാളും കുറവുള്ളത് ഉണ്ടാവാം, കൂടുതലുണ്ടാവാം. പക്ഷെ ഏറ്റവും കൂടുതൽ ബേസ് പെയേഴ്സ് ഉള്ള ജീനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അനലൈസ് ചെയ്തതാണ് ഹ്യൂമൻ ഡിസ്ട്രോഫിന്റെ ആ ജീനിൽ എത്രയുണ്ടായിരുന്നു? നമ്മൾ പറഞ്ഞത് ആവറേജ് എത്രയുള്ളൂ? 3000 എന്നാ പറഞ്ഞത്. അതിനേക്കാളും കൂടുതലായിരുന്നു. എത്രയായിരുന്നു? 2.4 മില്യൺ ബേസസ് ഉള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ജീനിനെ ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്ട് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ നോക്കിക്കേ, 3000 ബേസ് എന്ന് പറയുമ്പോൾ തന്നെ എത്ര ലെങ്ത്? അതിനേക്കാളും ഇത് 2.4 മില്യൺ ബേസസ് ഉള്ള ഏറ്റവും വലിയൊരു ഹ്യൂമൻ ജീൻ. അതാണ് നമ്മളൊരു ഹ്യൂമൻ ഡിസ്ട്രോഫിൻ എന്റെ ഒരു ജീൻ ഐസൊലേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് എത്രയാണ് അതിന്റെ ടാർഗറ്റ്? എത്രയായിരുന്നു? 20,000 to 25,000 ജീൻസിനെ ഐസൊലേറ്റ് ചെയ്യായിരുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഏകദേശം 30,000 ജീൻസിനെ ഐസൊലേറ്റ് ചെയ്യാം. 30,000 ജീൻസിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റി. ഇനി നോക്കിക്കേ, നമ്മുടെ ബോഡിയിൽ 99.9% ന്യൂക്ലിയോടൈഡ് സീക്വൻസും എന്താണ്? എല്ലാ പേഴ്സണിലും സെയിം ആയിരിക്കും. ബാക്കി വരുന്ന ആ 0.1%ലാണ് നമ്മളെല്ലാവരും ഡിഫറെന്റ് ആവുന്ന. ഏകദേശം 99.9% നമ്മുടെ നൈട്രജൻ ബേസിന്റെ അറേഞ്ച്മെന്റ് എല്ലാ പേഴ്സണിലും എന്തായിരിക്കും? സിമിലർ ആണ്. അപ്പോൾ ബാക്കി വരുന്ന ആ 0.1% മാത്രമാണ് എല്ലാവരും എന്ത് വരുന്നത്? ഡിഫറൻസ് വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞ നമ്മുടെ ബോഡിയിൽ നിന്ന് ഏകദേശം എത്രയാണ്? 30,000 ജീൻസിനെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ 50% ജീൻസിന്റെ ഫങ്ഷൻ മാത്രമാണ് ഡിസ്കവർ ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കി ഇതിന്റെ 50% ഇപ്പോഴും അൺഡിസ്കവർ ആയിട്ട് കിടപ്പുന്നുണ്ട്. ഇനി നോക്കി, നമ്മുടെ ജീൻസിൽ തന്നെ കണ്ടോ, ഇതിൽ ഒരു നമ്മൾ എന്താ പറഞ്ഞ, ഇപ്പൊ 30,000 ജീൻസ് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 50%ന്റെ ഫംഗ്ഷൻ ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ. ഒപ്പം തന്നെ നോക്കിക്കേ, ലെസ് ദാൻ 2% മാത്രമാണ് പ്രോട്ടീൻ സിന്തസിൽ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. പ്രോട്ടീൻ സിന്തസിസ് എന്തായിരുന്നു? നമ്മുടെ mRNA സിന്തസൈസ് ചെയ്ത് അതിൽ എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ പ്രോസസ് അല്ലെ. അപ്പോൾ ഈ 2% ജീൻ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? പ്രോട്ടീൻ സിന്തസിൽ കോഡ് ചെയ്യുള്ളൂ. ബാക്കിയുള്ളവർ ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല? പ്രോട്ടീൻ സിന്തസിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? മേജർ ജീനോംസ് മേജർ ജീൻസ് എന്ത് ചെയ്യുന്നില്ല? നോട്ട് ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. വളരെ കുറവ് മാത്രമാണ് നമ്മൾ പ്രോട്ടീൻ സിന്തസിൽ കോഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ് വരുന്നത്? എന്താണ്? റിപ്പീറ്റേറ്റീവ് സീക്വൻസ് മേക്കപ്പ് വെരി ലാർജ് പ്രൊപ്പോർഷൻ ഇൻ ഹ്യൂമൻ ജീനോം. എന്താ റിപ്പീറ്റേറ്റീവ് സീക്വൻസ് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെ ബോഡിയിലും ചില നൈട്രജൻ ബേസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. ഇപ്പൊ സപ്പോസ് ഇതൊരു 6 നൈട്രജൻ ബേസ് ഉണ്ട്. ഈ 6 നൈട്രജൻ ബേസ് സെവറൽ ടൈംസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. ഇപ്പൊ ഈ ഒരു നൈട്രജൻ ബേസ് ഇപ്പൊ നമ്മളിപ്പോൾ എന്താണ് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ചിലപ്പോൾ ഒരു പേഴ്സണിൽ ഇപ്പൊ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ വേറൊരു പേഴ്സണിൽ എന്തായിരിക്കും? അതിന്റെ നമ്പർ ഓഫ് ടൈംസ് ഡിഫറെന്റ്. ഇപ്പൊ ഒരു 3 ടൈംസ് ഈ സീക്വൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു വരും. അപ്പോൾ ഓരോ പേഴ്സണിലും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു വരുന്നു അതാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. അപ്പൊ എന്താണ്? റിപ്പീറ്റേറ്റീവ് സീക്വൻസ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ. ഇപ്പോൾ ബിലോ 2% ആണ് പ്രോട്ടീൻ സിന്തസിൽ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. പക്ഷെ മേജർ സീക്വൻസ് എന്താണ്? ഇതേപോലെയുള്ള റിപ്പീറ്റേറ്റീവ് സീക്വൻസ് ആണ്. ആ റിപ്പീറ്റേറ്റീവ് സീക്വൻസ് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല? പ്രോട്ടീൻ സിന്തസിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സീക്വൻസ് ആണ് ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. നമ്മൾ ജങ്ക് എന്നൊക്കെ പറയും അതിന്. ഇനി ക്രോമസോംസിന് എന്താണ്? ഇനി നമുക്ക് എന്താണ് ഇതിൽ ഏറ്റവും ലാസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത ജീൻസിനെ ഐസൊലേറ്റ് ചെയ്തത് ഏത് ക്രോമസോമിൽ നിന്നാണ്? ക്രോമസോം നമ്പർ 1 ആണ്. നമ്മുടെ ഇപ്പോൾ 23 പെയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് ക്രോമസോമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. അതാണ് ഇത് ഒത്തിരി ജീൻസ് കൂടുതലായതുകൊണ്ട് ഇതിന്റെ കംപ്ലീറ്റ് ഐസൊലേഷൻ നടന്നത് എപ്പോഴാണ്? 2006 നടന്നത്. അപ്പൊ ഏകദേശം എത്രയുണ്ട്? 2968 ജീനാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ക്രോമസോം. ഇതിപ്പോ നമ്മുടെ ഫസ്റ്റ് ക്രോമസോം ആണെങ്കിൽ ഈ ഫസ്റ്റ് ക്രോമസോമിൽ എത്രയുണ്ട്? 2968 ജീൻസ് ഉണ്ടെന്നാ പറയുന്നത്. അതേസമയം ഏറ്റവും കുറവുള്ളത് ഏതാണ്? വൈ ക്രോമസോം. വൈ ക്രോമസോം എന്താണ്? നമ്മുടെ സെക്സ് ക്രോമസോം ആണ്. സെക്സ് ക്രോമസോമില് ഇപ്പൊ നമ്മൾ ഇതാണ് വൈ ക്രോമസോമിന്റെ ഷേപ്പ്. ഈ വൈ ക്രോമസോമിലാണ് ഏറ്റവും കുറവ്, ഏകദേശം ഒരു
231 ജീൻസ് മാത്രമാണ് Y ക്രോമസോമിലുള്ളത്. അതുകൊണ്ട് ഈ 2968 ജീൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് ക്രോമസോമിലുള്ളത്. അതുകൊണ്ടാണ് ഇതിന്റെ ഐസൊലേഷൻ ഇത്തിരി കൂടി സ്ലോ ആയി. ഏറ്റവും അവസാനമാണ് നമ്മുടെ ക്രോമസോം നമ്പർ 1 ജീൻസിനെ ഐസൊലേറ്റ് ചെയ്ത്. ഇനി നമുക്ക് എന്താണ് ഇനി ലാസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്, നമ്മുടെ എല്ലാവരുടെ ബോഡിയിൽ നിന്ന് ഇപ്പൊ നമുക്ക് ഒരു ഹ്യൂമൻ നോക്കിയപ്പോൾ ജീനോം പ്രൊജക്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 1.4 മില്യൺ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. എന്തിന്റെ ബേസിലാണ്? സിംഗിൾ ബേസ് ഡിഫറൻസ് കാണിക്കുന്ന ഏകദേശം എത്രയാണ്? 1.4 മില്യൺ ലൊക്കേഷൻ. അതായത് ഇപ്പൊ നമ്മുടെ ഈ DNA സീക്വൻസിൽ ഇതാണ് നമ്മുടെ റിപ്പീറ്റേറ്റീവ് DNA സീക്വൻസ് എന്ന് വിചാരിച്ചാൽ ഇതില് ഒരു സിംഗിൾ നൈട്രജൻ ബേസിന് ഡിഫറൻസ് ഇപ്പൊ നമ്മൾ ഇവിടെ എക്ക് പകരം ഇവിടെ T, ഇവിടെ ഇപ്പൊ വേറെ ഏതെങ്കിലും നൈട്രജൻ ബേസ് ആയിരിക്കും. അങ്ങനെ ഒരു നൈട്രജൻ ബേസ് ഇത് ഇത്രയും സീക്വൻസ് എല്ലാവർക്കും സെയിം ആണ്. പക്ഷെ ഒരു 1.4 മില്യൺ ലൊക്കേഷനിൽ സിംഗിൾ ബേസ് ഈ DNA സീക്വൻസിലെ സിംഗിൾ ബേസിലെ ഡിഫറൻസ് വരുന്ന 1.4 മില്യൺ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്തു. ഈ ലൊക്കേഷനെ പറയുന്ന പേരാണ് സ്നിപ്സ് എന്ന് പറയും, സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിംഗിൾ ന്യൂക്ലിയോടൈഡിൽ ഡിഫറൻസ് വരുന്ന 1.4 മില്യൺ ലൊക്കേഷൻ നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്ട് വഴി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആ റീജിയൻസിന് നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുന്ന പേരാണ്. പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്? SNPS എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? സ്നിപ്സ് എന്നാ പറയാ, സ്നിപ്സ്. പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണ്, സ്നിപ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്ടിന്റെ ഒരു സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഏകദേശം 3.3 × 10⁻⁹ ബേസ് പെയർസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം 3164.7 മില്യൺ ന്യൂക്ലിയോടൈഡ് ബേസ് അല്ലെങ്കിൽ നൈട്രജൻ ബേസ് പെയേഴ്സിനെ ഐഡന്റിഫൈ അല്ലെങ്കിൽ ബേസ് പെയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഒപ്പം തന്നെ എന്താണ് നമ്മുടെ ബോഡിയിൽ ഏകദേശം ഒരു ആവറേജ് ജീനിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 ബേസസ് ഉള്ളതാണ് ഒരു ആവറേജ് സൈസ് എന്ന് പറഞ്ഞു. അതിനേക്കാളും കുറവ് വരാം, കൂടുതൽ വരാം. ഏറ്റവും കൂടുതൽ ബേസ് ഉള്ള ഒരു ക്രോമസോമാണ് ജീനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീൻ ഫോർ ഡിസ്ട്രോഫിൻ. അതിന്റെ നമ്പർ ആണ് 2.4 മില്യൺ. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് 30,000 ജീൻസിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റി. ഒപ്പം തന്നെ എന്താണ് നമ്മുടെ 99.9% ന്യൂക്ലിയോടൈഡ് സീക്വൻസും എല്ലാവർക്കും സിമിലർ ആണ്. ബാക്കി 0.1%ലാണ് നമ്മൾ എല്ലാവരും ഡിഫറൻസ് കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഐഡന്റിഫൈ ചെയ്ത് എത്രയാണ് 30,000 ജീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്താണ് 50%ന്റെ ഫംഗ്ഷൻ മാത്രമാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ എന്താണ് 2%, ലെസ് ദാൻ 2% മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ പ്രോട്ടീൻ സിന്തസിൽ ഇൻവോൾവ് ചെയ്യുന്നു. ബാക്കി എല്ലാവരും തന്നെ എന്താണെന്നാ പറയണേ റിപ്പീറ്റേറ്റീവ് സീക്വൻസ് ആണ്. റിപ്പീറ്റേറ്റീവ് സീക്വൻസിൽ ചില നൈട്രജൻ ബേസ് സെവറൽ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരും. എല്ലാവരുടെ ബോഡിയിലും നൈട്രജൻ ബേസുകൾ സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ നമ്പർ ഓഫ് ടൈംസ് എന്തായിരിക്കും ഡിഫറെന്റ് ആണ്. എത്ര പ്രാവശ്യം ഇപ്പോൾ ഒരാളുടെ ബോഡിയിൽ 10 ടൈംസ് ആണെങ്കിൽ വേറൊരാളുടെ ബോഡിയിൽ 14 ടൈംസ് ആയിരിക്കും റിപ്പീറ്റേറ്റീവ് സീക്വൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതിനെ നമ്മൾ സാറ്റലൈറ്റ് എന്നാ പറയാം. അപ്പൊ അതെന്തായിരിക്കും അതാണ് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ലാർജ് പ്രൊപ്പോർഷനിൽ കാണുന്നത്. ഇനി അതുപോലെ തന്നെ നോക്കിക്കേ, ഏറ്റവും അവസാനം ഐഡന്റിഫൈ ചെയ്ത ക്രോമസോം ഏതായിരുന്നു? ക്രോമസോം നമ്പർ 1 ആണിത്. ഈ ക്രോമസോം നമ്പർ 1 എത്രയാണ് 2968 ജീൻസ് ഉണ്ട്. അത്രയധികം ജീൻസ് ആണ് ഒറ്റൊരു ക്രോമസോമിൽ കാണുന്നത്. അതേസമയം ഏറ്റവും ലീസ്റ്റ് കാണുന്നത് ഏതാണ്? നമ്മുടെ മെയിൽ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന Y ക്രോമസോമിൽ എത്രയായിരുന്നു 231. അത്രയും കുറവാണ് എവിടെ വരുന്നത് Y ക്രോമസോമിൽ വരുന്നത്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ഫസ്റ്റ് ക്രോമസോം. ദെൻ ദ ലാസ്റ്റ് അച്ചീവ്മെന്റ്സ് ആണ് ഇത് നമ്മുടെ ബോഡിയിൽ ഏകദേശം എന്താണ് സിംഗിൾ നൈട്രജൻ ബേസിൽ ഡിഫറൻസ് വരുന്ന എത്ര ലൊക്കേഷൻ ഉണ്ട്? 1.4 മില്യൺ ലൊക്കേഷൻസ് എന്ത് ചെയ്തു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക നമ്മുടെ ബയോളജിയിലെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ കൂടിയാണ് ഏത് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. ഡിഫറെന്റ് കൺട്രീസ് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു $9 ബില്യൺ ആണ് അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ബുക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 3300 ബുക്സ് ആണ് അതിന്റെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടത്. പക്ഷെ അങ്ങനെയല്ല സ്റ്റോർ ചെയ്ത ഡേറ്റാബേസ് ആണെന്ന് പറഞ്ഞത് മാത്രം. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസിനെ ഐസൊലേറ്റ് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ക്രോമസോം ഡിസീസ് ഒക്കെ പെട്ടെന്ന് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. ഓക്കെ ദെൻ താങ്ക് യു.